ഇന്ന് ഞാൻ 3 അൺയൂഷ്വൽ ആയിട്ടുള്ള മിത്ത് ടെസ്റ്റ് ചെയ്ത് അത് ഡീബങ്ക് ചെയ്യാൻ വേണ്ടി. ഗൈസ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ വിയറിംഗ് സൺഗ്ലാസ് ഓട്ടോമാറ്റിക്കലി മേക്സ് യു സ്റ്റൈൽ. അത് കറക്റ്റ് ആണ്. ഒരു സൺഗ്ലാസ് മാത്രം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റൈലായിട്ട് തോന്നും. എന്റെ കയ്യിൽ ഒരു സൺഗ്ലാസ് ഉണ്ട്, ഇത് വെച്ച് പോയി കഴിഞ്ഞാൽ സ്റ്റൈലായിട്ട് തോന്നും. പക്ഷെ ഫസ്റ്റ് ചെയ്യാൻ വയ്ക്കാനില്ല, ഒരാളെ കൊണ്ട് വെപ്പിക്കാം. ഗൈസ് അപ്പോൾ നമുക്ക് ഉണ്ണിക്കുട്ടനെ കൊണ്ട് തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യിക്കാം അല്ലേ? അതല്ലേ നല്ലേ? ഇനി അവരെ വെച്ച് ഒരു മോഡൽ വാക്കുകൂടെ നമ്മൾ വെച്ച് എങ്ങനെയുണ്ട് ഗൈസ്? 10ൽ എത്ര മാർക്ക് നിങ്ങൾ കമന്റ്? ഇനി ഞാനോട് വെച്ചേ. ഒരു സൺഗ്ലാസ് വെച്ചതുകൊണ്ട് നമ്മളിപ്പം വലിയ സ്റ്റൈലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതിന് പ്രോപ്പറായിട്ടുള്ള സ്റ്റൈലിഷും പ്രോപ്പറായിട്ടുള്ള ഫാഷനുള്ള ആയിട്ടുള്ള ഡ്രസ്സ് വിട്ട് നമ്മൾ ആ ഒരു ആറ്റിറ്റ്യൂഡും മോർ ഓവർ പേഴ്സണാലിറ്റിയും കൂടെ കറക്റ്റ് ആക്കി നമ്മൾ അത് ചെയ്താൽ മാത്രമേ ആ ഒരു സ്റ്റൈലൈസ് ആയിട്ടുള്ള കാര്യം ഫീൽ ചെയ്യും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത്? അപ്പോൾ ഈ മിത്ത് കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് ഡീബങ്ക്ഡ് ഗൈസ്. ഗൈസ് അപ്പോൾ നെക്സ്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ ബാൻഡ് ബിക്കം സ്ട്രോങ്ങർ സ്ട്രെച്ച്ഡ് മോർ. അതായത് കൂടുതൽ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ റബ്ബർ ബാൻഡ് സ്ട്രോങ്ങർ ആവും. അപ്പോൾ നോക്കാം. അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ 2 റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട്. 2 റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒന്നിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ വർക്ക് ആണെങ്കിൽ ദാറ്റ്സ് ഓക്കെ, വർക്ക് അല്ലെങ്കിൽ ഒന്നിൽ ടെസ്റ്റ് ചെയ്യാം. നോക്കാം. അപ്പോൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ വലിയ പ്രശ്നങ്ങൾ തോന്നില്ല. നല്ല ടെമ്പർ ആയിട്ടിരിക്കുന്നു. നമ്മുടെ ഗിറ്റാറിന്റെ കമ്പിയില്ലേ അതേപോലെ ആ ഒരു വൈബ്രേഷൻ വരുന്നുണ്ട്. നല്ല ടൈറ്റ് ആണ്. പക്ഷെ പൊട്ടി. അപ്പോൾ അത് പോയി. അടുത്ത ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ അത് സ്ട്രോങ് റബ്ബർ അല്ലെങ്കിൽ ആദ്യം പൊട്ടി നടക്കൂലേ? കാരണം പറഞ്ഞാൽ റബ്ബർ ബാൻഡ് നമ്മളിപ്പോൾ ഇങ്ങനെ വലിച്ചു പിടിക്കും തോറും അതിന്റെ സ്ട്രെച്ചബിലിറ്റി കൂടി ഇതാ 1 2 3 4 പീസായി. സോ ഈ മിത്ത് ഡീബങ്കാണ്. 3 times ഫ്ലിപ്പ് എ കോയിൻ ആൾവേസ് വിൻ ടെയിൽസ്. അത് നമുക്ക് നോക്കിയാലേ. അതായത് വേറെ ഒന്നുമില്ല ഗൈസ്, 3 തവണ നമ്മൾ ടോസ് ഇട്ട് കഴിഞ്ഞാൽ ആൾവേസ് ടെയിൽസ് ആയിരിക്കും വരുന്നത്. ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഇവിടെ 2 രൂപ കോയിൻ എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് ടോസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഏതായിരിക്കും? ഓ, ഹെഡാണ് ഗൈസ്. ഹെഡ്. സെക്കൻഡ് ടെയില്. ഇത് ടെയിലാണ്. അപ്പൊ ഇനി മൂന്നാമത്തെ ഏതാ കൂടെ? 3ൽ 2 ടെയിലായിരിക്കും എന്നുള്ളത് നോക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഓ ഇടാ പോയണേ. അയ്യോ, ഏതായിരിക്കും? ഗസ്. ഹെഡാണ്. ഹെഡാണ് ഗൈസ്. 3ൽ 2 ടെയിൽ വീഴുമെന്നാണ് പറയുന്നത്. പക്ഷെ 3ൽ 2 ഹെഡ് വീണു. 3ൽ 2 എന്തായാലും വീണു, പക്ഷെ ടെയിൽ വീണില്ല. മിത്ത് ഡീബങ്ക്. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ ഗൈസ്. അപ്പോൾ ഈ മിത്ത് ഡീബങ്ക് ചെയ്തതിൽ നിങ്ങൾക്ക് ഏത് മിത്താണ് ഇഷ്ടപ്പെട്ടത് താഴെ കമന്റ് ചെയ്യുക. 30% ആൾക്കാരോട് സബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 1 million കൺസിഡർ സബ്സ്ക്രൈബ് ഗൈസ്. അപ്പോൾ ബൈ.